നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനുമാണ്. എഞ്ചിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു അഗ്രസീവ്നെസ് ആണ് ശരിക്കും വലിയൊരു എഫക്റ്റ് ഒന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല. RPM ലെവൽ ഇപ്പോൾ 2000 താഴെയാണ് നിൽക്കുന്നത്. എങ്ങാനും ഒരു കൊളീഷൻ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെഹിക്കിളിന് ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൺഡ്രൈവിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് മോസ്റ്റ് സ്പേഷ്യസ് മോഡേൺ ലുക്കിംഗ് കോമ്പാക്ട് സിഡാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട അമേസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് വിഷൻ ഹോണ്ട മണ്ണുത്തിയിലെ ഷോറൂമാണ്. കേരളത്തിൽ തന്നെ നമ്പർ 1 ഹോണ്ട ഡീലർഷിപ്പാണ് അവർക്കുള്ളത്. ഏതൊരു വെഹിക്കിളും ഈസി ആയിട്ട് തന്നെ നമുക്ക് അവൈലബിലിറ്റി അവിടെ ഉണ്ട്. ആ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കോൺടാക്ട് നമ്പറെല്ലാം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോണ്ട വെഹിക്കിൾസിന് പറ്റിയിട്ടുള്ള ബുക്കിംഗ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അമേസിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഹോണ്ട അമേസിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്നാൽ ഹോണ്ട അമേസിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ എൻജിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു എൻജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണറ്റെല്ലാം അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ട്. നമ്മൾ പൊക്കുമ്പോൾ അതിൻ്റെ ആ സ്ട്രോങ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. IV ടെക് എഞ്ചിനാണ് വരുന്നത്. ഇത് നമുക്ക് പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി. CVT ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിൾ. ഇത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണിത്. ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. 90 ഹോഴ്സ് പവർ ആണ്. 6000 RPM വരുന്നത്. 110 ന്യൂട്ടൺ ടോർക്കാണ്. 4800 RPM വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എഞ്ചിനാണ്. ഈ ഒരു വെഹിക്കിളിൽ തന്നെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ വരുമ്പോൾ 1.5 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. ID ടെക് ആണ് ആ ഒരു എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം നല്ല പഞ്ച് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൈലേജ് ആണ്. ആ ഒരു എഞ്ചിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഹോഴ്സ് പവർ ആണ്. 3600 RPM ആ ഒരു എഞ്ചിന്റെ ടോർക്ക് വരുന്നത് നമുക്ക് 200 ന്യൂട്ടൺ ടോർക്ക് 1750 RPM വരുന്നത്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് CVT ഡീസലും പെട്രോളും അവൈലബിൾ ആയിട്ടുള്ളത് ഹോണ്ടയുടെ അമേസിംഗ് ആയിട്ടുള്ള ഈ ഒരു വെഹിക്കിളിൽ മാത്രമാണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ റൂം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. പ്ലസ് പോയിന്റ് എന്താ ഈ ഒരു വെഹിക്കിളിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും ഒരു കൊളീഷൻ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ ബ്രേക്കായി നേരെ ഡൗൺ, അതായത് നേരെ താഴേക്ക് വീഴും. ഈ ഒരു എഞ്ചിൻ നമ്മുടെ ആൾക്കാർ ഇരിക്കുന്ന ക്യാബിനിലേക്ക് ഇടിച്ച് കയറുന്ന ഒരു ഇഷ്യൂ അത് ഇതുവരെ ഈ ഒരു വെഹിക്കിളിന് വരുന്നില്ല. അത് മാത്രമല്ല വേറെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഈ ഒരു വെഹിക്കിളിന് ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നൽകുന്നത്. ആ ഒരു ക്രാഷ് ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്ത വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ആഫ്രിക്കൻ മാർക്കറ്റിൽ വിതരണം ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റി ഉണ്ട് ഈ ഒരു വെഹിക്കിളിൽ നിന്നുള്ളതാണ് ചുരുക്കം പറയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ലുക്കും നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ലുക്കിലേക്ക് വരും. നമുക്ക് ഈ ടോപ്പ് ഭാഗത്ത് നിന്ന് തുടങ്ങാം. നല്ലൊരു വിൻസ്ക്രീൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വിൻസ്ക്രീനിന് ഈ സറൗണ്ടിങ്ങിലെല്ലാം ബ്ലാക്ക് ഇൻസേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഇൻസേർട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഈ വൈപ്പേഴ്സ് നിൽക്കുന്നത്. ശരിക്കും നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇത് അധികം വിസിബിലിറ്റി നൽകാത്ത ലെവലിലാണ് ഈ ഒരു വൈപ്പേഴ്സ് ഇവിടെ നിൽക്കുന്നത്. വിൻസ്ക്രീനിൻ്റെ വാഷർ ഈ ഒരു ബോണറ്റിന് മുകളിലൊന്നല്ല, നല്ല ഹിഡൻ ആയിട്ട് ഈ ഒരു ഇൻസൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കാരണം നമുക്ക് എന്താ പറയുക ബോണറ്റിന് മുകളിൽ കണ്ടുള്ള ഒരു പ്രോബ്ലംസ് ഒന്നും വരില്ല. നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു ബോണറ്റാണ് ശരിക്കും വരുന്നത്. അതിൽ ചെറിയൊരു ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തും ആ ഒരു ഭാഗത്തെല്ലാം കാണാൻ സാധിക്കും. പിന്നെ മാത്രമല്ല നല്ലൊരു സ്ട്രോങ് ഉണ്ട് കേട്ടോ ഈ ഒരു ബോഡിക്കെല്ലാം. ജപ്പാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണ് ഹോണ്ട എന്നുണ്ടെങ്കിലും ഒരു അമേരിക്കൻ മസിൽ കാറിൻ്റെ ക്യാരക്ടർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ. എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ്. കാരണം ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ടും അത് മാത്രമല്ല നല്ല ഷാർപ്പായിട്ടുള്ളൊരു കട്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നല്ല ഷാർപ്പായിട്ടുള്ളൊരു കട്ട്സാണ്. ഈ ഒരു ഭാഗത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവങ്ങളൊന്നും വരുന്നില്ല. അത് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് നല്ലൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് നമുക്ക് കാണാം. ഹെലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നത് LED ആണ്. ഈ ഒരു ഭാഗത്താണ് ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരിക.
പിന്നെ ഇവിടെ ഒരു ഹെൽജൻ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. എല്ലാം ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു സ്പോർട്ടി എഡീഷൻ വെഹിക്കിൾ കാണുന്ന പോലുള്ള ഒരു ലുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ക്രോമിൻ്റെ ഒരു ബീം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു തിക്നെസ് ആയിട്ടുള്ളൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് അത് അവസാനിപ്പിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് കയറിയിട്ട് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോണ്ടയുടെ ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ലുക്കിലുള്ള ഹോണ്ട ബാഡ്ജിങ് കാണാം. ഇപ്പോൾ ഉള്ള റീസെൻ്റ്ലി വന്ന ഹോണ്ടയുടെ എല്ലാ വെഹിക്കിൾസിനും ഈ ഒരു സെയിം ഗ്രില്ല് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഹണി കോമിലുള്ളൊരു ഗ്രില്ല് കാണാം. പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്തും ഹണികോം ട്രീറ്റ്മെൻറ്റ് കാണാം. എയർ ഇൻടേക്ക് എല്ലാം ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്തെല്ലാം ആ ഒരു ഷാർപ്പ് കട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ലിപ്പിൽ, അതായത് ഈ ഒരു ബമ്പറിൻ്റെ സ്കേർട്ടിങ് പോലെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അതും ഡിസൈൻ എലമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കാണുമ്പോൾ. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കാണാൻ സാധിക്കുക. നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പോർട്ടി ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു ഹണികോം ഫിനിഷ് നമുക്ക് കാണാം. ഇവിടെ ഒരു ചെറിയ അയറൻ ടൈക്ക് കാണാം. ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ ഒരു യൂണിറ്റ് കാണാം. ഹെൽജനാണ് ഫോഗ് ലാമ്പ് വരുന്നത്. ഈ ഹണികോം സെക്ഷൻ എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ടോക്ക് ഓപ്പണർ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ടോട്ടലി നല്ലൊരു സ്പോർട്ടി ലുക്കാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ സൈഡ് ലുക്കും സൈഡ് പ്രൊഫൈലും ഒക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നല്ലൊരു വീൽ ബേസ് നമുക്ക് ഇവിടെ കാണാം. അത് മാത്രമല്ല നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഏതൊരു ഹോണ്ട കാർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും സൈഡിൽ കൊണ്ടുവന്ന് കൊളാക്കില്ല. അത് ഈ ഒരു വെഹിക്കിളിൽ അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ടോപ്പിൽ വരുമ്പോൾ നമ്മുടെ ബോഡി കളർ തന്നെയാണ് ഈ ഒരു ടോപ്പ് റൂഫെല്ലാം വന്നിരിക്കുന്നത്. ഈ ഒരു ബി പില്ലറിൽ ഒരു ചെറിയൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കാണാം. പിന്നെ നല്ലൊരു വലിയൊരു വിൻഡോ നമുക്ക് ഇവിടെ കാണാം. പുറത്തേക്കല്ല നല്ല വിസിബിലിറ്റിയാണ് ഈ ഒരു വിൻഡോയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഫ്രണ്ടിൽ വരുമ്പോൾ ബോഡി കളർ തന്നെയാണ് ഇതിൻ്റെ ORVM വരുന്നത്. ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. താഴ്ഭാഗത്ത് ഈ ഒരു ബ്ലാക്ക് പോർഷൻ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മിറർ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മിറർ സൈസ് തന്നെയാണുള്ളത്. നല്ല വലിയൊരു മിറർ സൈസാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അത് നേരെ ടെയിൽ ലൈറ്റിലേക്ക് കയറി മെർജ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു ലൈൻ. പിന്നെ ഈ ഒരു ഭാഗത്തെല്ലാം എയറോഡൈനാമിക്സിൻ്റെ ഒരു ചെറിയ കൗസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 170 mm ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല ബാഡ് റോഡ് സെക്ഷനിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഈസി ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റോഡ്സിനെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. ടയർ സൈസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 175, 65, R15 ആണ് ടയർ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ടയർ സൈസാണ്. ഡയമണ്ട് കട്ട് അലോയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു അലോയിൽ കാണാൻ. ഇവിടെ ഹോണ്ടയുടെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. ഈ ഒരു വെഹിക്കിളിൻ്റെ ലോവസ്റ്റ് വേർഷൻ മുതൽ തന്നെ നമുക്ക് ABS-ഉം പിന്നെ EBD-യും വരുന്നുണ്ട്. നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ലോവസ്റ്റ് വേർഷൻ മുതൽ തന്നെ നമുക്ക് 2 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതും സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഹോണ്ട ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു സസ്പെൻഷൻ ട്രാവൽ നമുക്ക് കാണാം. അത്യാവശ്യം കുറച്ച് ഡെപ്ത് ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വരുന്നത് MC% സ്ട്രക്ചർ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. അതേപോലെ ബാക്ക് സൈഡിൽ വരുന്ന സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോഷിയോ ബീം കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ്. MC% സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേൾഡിൽ തന്നെ കുറേ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന സസ്പെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഈ ഒരു വെഹിക്കിളിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. ബോഡി കളർ തന്നെയാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇവിടെ നമുക്ക് പാസീവ് എൻട്രിയുടെ ഒരു ബട്ടൺ ഈ ഒരു ഭാഗത്ത് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഫിസിക്കൽ കീയുടെ ഒരു പോർഷൻ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഈ ഒരു വെഹിക്കിളിനെ അപ്രോച്ച് ചെയ്യാണ്. ഈ ഒരു വെഹിക്കിളിൻ്റെ കീ നമ്മുടെ പോക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വെഹിക്കിളിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ ഒരു ഡോർ ഹാൻഡിൽസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കൈ ഇട്ടാൽ ഡോർ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. അതേപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എക്സസ് ചെയ്യാനും കീ എടുക്കാതെ തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള കാരണം വെഹിക്കിൾ ഓൺ ചെയ്ത് പോകാനും സാധിക്കും. ഡോറെല്ലാം അടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു റബ്ബർ ബീഡിങ്ങിൻ്റെ എല്ലാം ക്വാളിറ്റി നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡോർ ലോക്ക് ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുകയും ചെയ്യും. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ റിയർ ലുക്കും റിയർ പ്രൊഫൈലും അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബാക്ക് ലുക്കിലേക്ക് ഈ ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. നല്ല സ്പോർട്ടി തന്നെയാണ് ഉള്ളത്. റിയർ വിൻഡ് സ്ക്രീനിൽ നമുക്ക് ഡിഫോഗർ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഈ ഒരു ചെറിയ ഏരിയ കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വളരെ ചെറുതാണെന്ന് വിചാരിക്കും. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു
വലിപ്പം നമുക്ക് പറയാം. അങ്ങനെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്പോയിലർ ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് സ്പോയിലർ ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കാണാം, ക്രോമിൽ കാണാം. പിന്നെ ഇവിടെ അമേസ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നല്ല അടിപൊളി ഒരു സി ടൈപ്പാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് വരുന്നത്. എല്ലാം ഒരു ഹാലജൻ യൂണിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു സ്പോർട്ടി ഫീലിംഗ് നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്പർ പ്ലേറ്റിനായിട്ടുള്ളൊരു പോർഷൻ കാണാം. ഇവിടെ നമുക്കൊരു റിവേഴ്സ് ക്യാമറ കാണാം ഈ ഒരു ഭാഗത്തായിട്ട്. ഈ ഒരു ബൂട്ട് നമുക്ക് വരുന്നത് ഇലക്ട്രിക് റിലീസാണ് വരുന്നത്. ഇവിടെ അതിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് IV ടെക് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. ഇത് പെട്രോൾ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനാണെങ്കിൽ ഇവിടെ നമുക്ക് ID ടെക് എന്നുള്ള ബാഡ്ജിങ് ആണ് കാണാം. VX എന്നുള്ളൊരു ബാഡ്ജിങ് കാണുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് മോഡൽ ആയത് കാരണമാണ് VX എന്നുള്ള ബാഡ്ജിങ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാം. ബോഡി കളർ തന്നെയാണ് ഈ ഒരു പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്തും ഒരു ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ടോ ഹുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോ ഹുക്കെല്ലാം പുറത്ത് കണ്ട് അധികം എക്സ്പോസ്ഡ് ആവാത്ത ലെവലിൽ ബമ്പറിൻ്റെ നല്ല താഴേക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എക്സസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാമാണ് നമുക്ക് ഈ ഒരു ബാക്ക് പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് 3 രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു കീ, ഇതാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ കീ വരുന്നത്. ഇവിടെ നമുക്കൊരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ച് പ്രസ് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്താൽ മതി. അങ്ങനെ ഈ ഒരു ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവർ സൈഡിൽ ഒരു ലിവർ ഉണ്ട്, അത് അങ്ങനെ നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല ലോവർ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ ഉള്ളത്. അത് കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ ലഗേജ് ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ എടുക്കാൻ പറ്റും. എല്ലാം നല്ലൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. 420 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ വരുന്നുണ്ട്. ശരിക്കും ചില SUVsൊക്കെ വരുന്നത് ഈ ഒരു ലെവലിലുള്ള ബൂട്ട് സ്പേസാണ്. അപ്പോൾ അത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന പോലെ എല്ലാ ആളുടെ ഉള്ളിൽ വരുമ്പോഴുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ബൂട്ടിനുള്ളൊരു ഇലുമിനേറ്റഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ ഒരു ബൂട്ട് എക്സസ് ചെയ്യുമ്പോഴെല്ലാം അത് വളരെ നമ്മളെ യൂസ്ഫുൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ബൂട്ടിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്. സ്പെയർ വീലിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 175/70 R14 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. സ്റ്റീൽ റിമാണ് വരുന്നത്. ഏതൊരാൾക്കും ഈസി ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് എക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ടൂൾ കിറ്റ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയർ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു ഡ്രൈവർ സൈഡ് ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡോർ പാഡ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡുവൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബ്ലാക്കും ബേജും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും അതിൻ്റെ സോഫ്റ്റ് ടച്ചിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രീമിയംനെസ് നമുക്ക് ഇവിടെ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാം. ആ ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഡോർ അൺലോക്ക് ലിവർ വന്നിരിക്കുന്നത്. ഇതൊരു ബ്രഷ്ഡ് ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇതൊരു പ്ലാസ്റ്റിക് ആണ്. ഇതിനെ പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരിക്കും പ്രീമിയം കാർസിൻ്റെ എല്ലാം ഡോർ അൺലോക്ക് ലിവർ കാണുന്ന പോലെയാണ് ഇതിൻ്റെയും വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ബട്ടൺ വന്നിരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കാണാം. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കാണാം. ഇവിടെ നമുക്ക് ഡ്രൈവർ സൈഡിൽ വരുന്നത് 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗണും പവർ വിൻഡോ ആണ്. ബാക്കിയുള്ള പവർ വിൻഡോസിൻ്റെ സ്വിച്ചുകൾ നമുക്ക് ഇവിടെ കാണാം. സെൻട്രൽ ലോക്കിൻ്റെ ലോക്കും അൺലോക്കും ബട്ടൺ ഇവിടെ കാണാം. പിന്നെ പവർ വിൻഡോസിൻ്റെ ലോക്ക് ചെയ്യുന്ന ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഈ ഒരു സൈഡ് ORVMs കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകൾ നമുക്ക് ഇവിടെ കാണാം. ഇതൊരു ഇലക്ട്രിക് ORVM ആണ് വന്നിരിക്കുന്നത്. നമുക്കിത് റിട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ബട്ടൺ ഇവിടെ കാണാം. അങ്ങനെ ഈ ഒരു താഴ്ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ഡോർ പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു മാഗസിൻ ഹോൾഡർ കാണുന്നുണ്ട്. സ്പീക്കറിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ എല്ലാം ചെറിയൊരു മസ്കുലർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡായിട്ട് ശരിക്കും ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ളൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഡോറിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉള്ളിലേക്ക് എക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറും ഇതുപോലെ തന്നെ ഡുവൽ ടോൺ ആണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡുവൽ ടോൺ ആണ്. പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8-way അഡ്ജസ്റ്റബിൾ സീറ്റാണ്. മാനുവലി വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഹൈറ്റ് എല്ലാം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് ശരിക്കും ഫംഗ്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭാഗത്ത് കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ താഴെ നിൽക്കുന്ന കാരണം നമുക്ക് ഇവിടെ കറക്റ്റ് ഹെഡ് വെച്ച് റെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിനാണുള്ള ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ ഒരു വെഹിക്കിളിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. കപ്പ് സീറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം ശരിക്കും നമ്മളെ ഹോൾഡ് ചെയ്യുന്ന പോലെയുള്ള ഫാബ്രിക്സ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഫാബ്രിക് സീറ്റാണ് വന്നിരിക്കുന്നത്. നല്ല കുഷ്യൻ തന്നെയാണ് കേട്ടോ. നല്ല കുഷ്യൻ്റെ ആയിട്ടുള്ള സീറ്റാണ്. ഇവിടെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന പോലെയുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ശരിക്കും നമുക്കത് കാർ സൈഡിൽ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നമുക്കൊരു AC വെന്റ് കാണാം. AC വെന്റിന് ചെറിയൊരു ക്രോം സറൗണ്ടിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. സറൗണ്ടിങ്ങിൽ ഒരു ചെറിയൊരു സിൽവർ ട്രീറ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ശരിക്കും ഹാർട്ട് ബീറ്റ്സ് പോലെയാണ് ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? നമുക്ക് നൈറ്റ് ആയിട്ടുണ്ടെങ്കിലും ഈ സൈഡ് തന്നെ നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റും അത് കാരണം. പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവലർ കാണാം. ഈ ഒരു ഭാഗത്ത് നല്ല അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്പേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ഡെഡ് പെഡൽ വരുന്നുണ്ട്. നല്ല വലിയൊരു ബ്രേക്ക് പെഡൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനും ഇവിടെ നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ബൂട്ട് എക്സസ് ചെയ്യാൻ ഈ ഒരു ലിവറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം സ്കഫ് ലൈറ്റുകൾ കാണാം. അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എല്ലാം ഇവിടെ കാല് വെച്ച് പെയിൻറ്റിലേക്ക് യാതൊരുവിധ ഇഷ്യൂസും വരാത്ത പോലെയുള്ള ഒരു സ്കഫ് ലൈറ്റ് ആണ്. അങ്ങനെ ടോട്ടലി ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കയറുമ്പോൾ നല്ലൊരു പ്രീമിയംനെസ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലെഗ് റൂം ഉണ്ട് ഈ ഒരു വെഹിക്കിളിൽ. ശരിക്കും അത് പറയേണ്ടതായിട്ടുണ്ട്. ഏതൊരാൾക്കും ഈസി ആയിട്ട് തന്നെ അവരുടെ ഡ്രൈവിംഗ് പൊസിഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഇതിൽ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു ഫീച്ചറുള്ള കാരണം തന്നെയാണ്. പുറത്തേക്കുള്ള വിസിബിലിറ്റി എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റിയറിംഗ് ഫീലാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ കയ്യിൽ നിൽക്കും. അല്ല ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു ഹോണ്ടയുടെ ലോഗോ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ ആ ഒരു ഭാഗത്ത് ഒരു എയർ ബാഗ് വരുന്നുണ്ട്. അവിടെയായിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കോൾസ് ആൻസർ ചെയ്യാനും അതുപോലെ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ വോയിസ് കമാൻഡിന്റെ ഒരു ബട്ടണും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തെല്ലാം ഗ്ലോസി ട്രീറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗിനാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. ഇത് നമുക്ക് ടിൽറ്റ് മാത്രമേ വരുന്നുള്ളൂ, ടെലിസ്കോപ്പിക്ക് വരുന്നില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൺട്രോൾസ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നിരിക്കുന്നത്. നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ശരിക്കും ഈ ഒരു വെഹിക്കിളിലുള്ളത് കേട്ടോ. ഇതിൻ്റെ ടാക്കോമീറ്റർ വന്നിരിക്കുന്നത് അനലോഗാണ്. അതുപോലെ സ്പീഡോമീറ്റർ അനലോഗാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രിപ്പ് മീറ്ററും കാര്യങ്ങളെല്ലാം ആ ഒരു ഡിജിറ്റൽ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. ഓഡിയോ മീറ്റർ എല്ലാം അതിലാണ് വന്നിരിക്കുന്നത്. കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് സൺവൈസേഴ്സിൽ നമുക്കിവിടെ ഒരു മിറർ വരുന്നുണ്ട്. മാനുവലി ആൻറ്റി ഗ്ലെയർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു റിവർ വ്യൂ മിററാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒന്നും വരുന്നില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സൺവൈസേഴ്സ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ ഒരു ഡാഷ് ബോർഡിനെ പറ്റി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം കട്ട്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡാഷ് ബോർഡ് നമുക്ക് കാണാം. ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ പോലെ നമുക്കിവിടെ തോന്നിപ്പിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ടച്ച് തന്നെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. AC-യുടെ ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ശരിക്കും ഒരു സ്പോർട്ടി വെഹിക്കിൾ നമുക്ക് കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. AC-യുടെ വെൻ്റെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ വെൻ്റെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സിൽവർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തോടെ സറൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു AC വെന്റ് കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. അങ്ങനെ ഈ ഒരു ഡാഷ്ബോർഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടച്ച് സ്ക്രീൻ, ഇതൊരു 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. പിന്നെ വോയിസ് കമാൻഡ് സിസ്റ്റം ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് റിവേഴ്സ് ക്യാമറയും കൂടി വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സാറ്റലൈറ്റിന്റെ സ്വിച്ച് ഇവിടെ കാണാം. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഉള്ളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വെൽക്കം ലോഗോ വരും ഹോണ്ടയുടെ. അതിനുശേഷം ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് സ്ക്രീൻ വരുന്നത്. നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ് ഉള്ളത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ വരുന്നത്. അത്യാവശ്യം നല്ല റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ തന്നെയാണ്. ഇവിടെ നമുക്ക് ഗൈഡ് ലൈൻസ് കാണാം. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല, നോർമൽ ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു AC-യുടെ യൂണിറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോട്ടറി നോബ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. AC-യുടെ ഫാൻ സ്പീഡ് കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. AC-യുടെ എല്ലാ കൺട്രോൾസും ഈ ഒരു ഡിസ്പ്ലേയിലാണ് കാണിക്കുക. ഇതൊരു സിംഗിൾ സോൺ AC ആണ് വരുന്നത്. അങ്ങനെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു മൊബൈൽ ഹോൾഡർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ മൊബൈൽ വെക്കുന്നതാണ് എല്ലാ ഒരു വെഹിക്കിളും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇതിൽ ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന കാരണം എങ്ങനെ വെഹിക്കിൾ നമ്മൾ ടേൺ ചെയ്താലും ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മിസ്സാവില്ല. അത് നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് തോന്നി. പിന്നെ അങ്ങനെ ഇവിടെ നമുക്കൊരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു USB പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ കണക്ടിവിറ്റിയുടെ ഒരു USB പോർട്ട് ഇവിടെ കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ടായിട്ട് ഒരു USB പോർട്ട് ഈ ഒരു ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. CVT ട്രാൻസ്മിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ആ ഒരു CVT ഗിയർ ബോക്സ് വരുന്നത്.
ഇതിൽ നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവ് മോഡ്, പിന്നെ സ്പോർട്സ് മോഡ് കൂടി ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഉള്ളിൽ ക്രോം സറൗണ്ടിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ ഗിയർ ലീവറിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഹാൻഡ് ബ്രേക്ക് യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലും ചെറിയൊരു സോഫ്റ്റ് ടച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഹൈറ്റിനാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 feet ആണ്. നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് അതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു റിയർ ഡോർ നമ്മൾ തുറക്കുമ്പോൾ ഇതാണ് ഈ ഒരു റിയർ ഡോറിൻ്റെ ലുക്ക് വരുന്നത്. നല്ലൊരു ഡോർ പാഡൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്യുവൽ ടോൺ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ് ഈ ബാക്ക് സൈഡിലും അൺലോക്ക് ഡോർ ഹാൻഡിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. പിന്നെ ഇവിടെ പവർ വിൻഡോൻ്റെ ഒരു സ്വിച്ച് കാണാം. ഇവിടെ നല്ല ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്കൊരു ചെറിയ ഹാൻഡിൽ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കാണുന്നുണ്ട്. ശരിക്കും 1 liter ബോട്ടിൽ നമുക്ക് ഇവിടെ റെഡിക്കും വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു മാഗസിൻ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ ഒരു പോർഷൻ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അങ്ങനെ ഈ ടോട്ടലി നല്ലൊരു റിയർ ഡോർ ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം ഒരു ഇൻസുലേഷൻ്റെ ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം ഇൻസുലേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഇൻസുലേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് തന്നെ ക്ലോസ് ആവുന്നുണ്ട് ഈ ഒരു ഡോറ്. അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ ശരിക്കും അവർക്ക് ഈസി ആയിട്ട് തന്നെ അടയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത്ര ഒരു വൈഡ് ഓപ്പണിംഗ് അല്ല ഇതിൻ്റെ ഡോർ വരുന്നത്. എന്നാൽ പോലും ഇവിടെ ഉള്ള ഈ ഒരു സ്പേസ് കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ കാല് ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ സാധിക്കും. അതുപോലെ പുറത്തേക്ക് എടുക്കാനും സാധിക്കും. ഈ ഒരു ഡോറിൻ്റെ മുകളിലൊന്നും കാല് നമ്മുടെ ടച്ച് ആവണില്ല. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു കപ്പ് ലൈറ്റ് നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു സീറ്റ് കണ്ടില്ലേ, ഇത് റെഡിക്കും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് കാരണം ഈ ഒരു ഭാഗത്തും കൂടിയും ഒരു കുഷ്യൻ നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള കുഷ്യൻ തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. ഐസോ ഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ പോയിന്റ്സ് നമുക്ക് കാണാം. തീരെ എക്സ്പോസ് അല്ലാത്ത ലെവലിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും ഐസോ ഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും നല്ല അടിപൊളി സ്പേസ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡ്രൈവർ സൈഡ് സീറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഹൈറ്റിനാണ്. എൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ 6 feet ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സീറ്റ് നമുക്ക് കണ്ടില്ലേ, ശരിക്കും ഉള്ളിലേക്ക് ഇങ്ങനെ സ്കൂപ്ഡ് ഔട്ട് സീറ്റാണ് വന്നിരിക്കുന്നത്. ശരിക്കും കാലെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ വെക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല നീട്ടി വെക്കാം കാല്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഹെഡ് റൂമും ഇവിടെ ഉണ്ട്. ശരിക്കും നല്ല രീതിയിലുള്ളൊരു സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കാരണം നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഭാഗത്തും ചെറിയൊരു സപ്പോർട്ട് വരുന്നുണ്ട്, ലെംബാർഡ് സപ്പോർട്ട് പോലെ. അതും നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഉള്ള കാരണം ഈസി ആയിട്ട് നമുക്ക് കൈ വയ്ക്കാം. പുറത്തേക്കുള്ള വിസിബിലിറ്റി നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കോട്ട ഗ്ലാസ് കൊടുത്തിട്ട് കാരണം ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു റൂഫ് മോഡൽ ലൈറ്റ് കാണാൻ സാധിക്കുന്നത്. ഈ സെൻട്രൽ പോർഷനിലാണ് വന്നിരിക്കുന്നത് റൂഫ് മോഡൽ ലൈറ്റ്. നമ്മളതിനെ കുറച്ചുകൂടി ലക്ഷറിയസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. വിശാലമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്കൊരു 12 volt ചാർജിങ് സോക്കറ്റ് ഇവിടെ കാണുന്നുണ്ട്. ട്രാൻസ്മിഷൻ ടണലൊന്നും ഇവിടെ വലിയ കാര്യമായിട്ടില്ല. ഇവിടെയുള്ള മിഡിലിൽ ഇരിക്കുന്ന ആൾക്ക് കൂടിയും നല്ല കംഫർട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. ഈ ഹെഡ് റെസ്റ്റ് വന്നിട്ട് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. എന്നാൽ പോലും നമുക്ക് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും അമേസിങ് സ്പേസ്, അമേസ് എന്നുള്ള പേര് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. ഇവിടെ നമുക്ക് വരുന്നത് 3 point സീറ്റ് ബെൽറ്റ് ആണ്. ഈ ഒരു ഇവിടെയും ഈ ഒരു ഭാഗത്തും വന്നിരിക്കുന്നത്. സെൻട്രലിൽ നമുക്ക് സാധാ ഒരു ബെൽറ്റ് പോലെയുള്ള ഒരു സീറ്റ് ബെൽറ്റ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്റീരിയർ സ്പേസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്ത് എങ്ങനെയുണ്ട് ഇതിന്റെ ഹാൻഡ്ലിങ്ങും ഡ്രൈവിങ്ങും ബ്രേക്കിങ്ങും പെർഫോമൻസ് എല്ലാം എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഓവർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയൊരു സൈസ് ആണുള്ളത്. ശരിക്കും ഒരു വെഹിക്കിളിന്റെ ബാക്ക് ടയർ മുതൽ ടോപ്പ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈസി ആയിട്ട് തന്നെ ഏതൊരു ചെറിയ പാർക്കിംഗ് സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ എടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല ചെറിയ റോഡിലൂടെ നമ്മൾ പോയോണ്ടിരിക്കുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള റോഡൊന്നല്ല. വിസിബിലിറ്റി നല്ലൊരു വിസിബിലിറ്റി നമുക്കുണ്ട് കേട്ടോ ഈ ഒരു വെഹിക്കിളിന്. ശരിക്കും ഇതിൻ്റെ പില്ലറെല്ലാം കുറച്ച് കയറി നിൽക്കുന്ന കാരണം നമുക്ക് കോർണിംഗ് എല്ലാം എടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന പോലെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ സംഭവങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ബൗൺസി ആയിട്ടുള്ള റോഡിലൂടെയാണ് പോയോണ്ടിരിക്കുന്നത്. നല്ലൊരു സസ്പെൻഷൻ ഉണ്ട് ഈ ഒരു വെഹിക്കിളിന്, എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നല്ലൊരു സസ്പെൻഷൻ ഉണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്.
നല്ല ഈസി ആയിട്ട് തന്നെ തിരിച്ച് എല്ലാം വരുന്ന പോലുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. അത് മാത്രമല്ല ഈ ഒരു സ്റ്റിയറിംഗ് വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലായത് കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. അതുപോലെ അത് നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻറ്റും നൽകുന്നുണ്ട്. അത് കാരണം കേട്ടോ, കോർണറിലെല്ലാം എടുക്കുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോണ പോലുള്ള ഫീലിംഗ് ഒന്നുമില്ല. അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ഈ ഒരു വെഹിക്കിളിന്. അത് ഇതിൻ്റെ ഒരു അമേരിക്കൻ മസിൽ കാറിൻ്റെ ഒരു പാറ്റേൺ എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല സ്റ്റെബിലിറ്റി ഒരു വെഹിക്കിളിന് ഉണ്ടാവും എന്നുള്ളത്. അത്യാവശ്യം നല്ല ചെറിയ റോഡാണ്, നല്ല കോർണറിലേക്ക് ഉള്ള റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ CVT പെർഫോമൻസ് കാണുന്നുണ്ടെങ്കിൽ ഹൈവേയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ അതിൻ്റെ CVT പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് നോക്കാം. ലാഗ് തീരെ ഇല്ല കേട്ടോ, ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം തീരെ ലാഗ് ഇല്ലാണ്ടാണ് വരുന്നത്. ശരിക്കും ഈ ഒരു വെഹിക്കിളിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചില വെഹിക്കിളിനൊക്കെ ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും ഇങ്ങനെ എടുത്തിങ്ങനെ ഇടും. അത് ഈ ഒരു വെഹിക്കിളിൽ അറിയുന്ന തന്നെ ഇല്ല കേട്ടോ. നല്ല കംഫർട്ടായിട്ട് നമ്മളെ ഈ ഒരു വെഹിക്കിൾ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ സ്പീഡോമീറ്റർ നോക്കുമ്പോഴാണ് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായി സാധിക്കുന്നുള്ളൂ. അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിലാണ്, ചെറിയൊരു നോർമൽ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. RPM ലെവൽ ഇപ്പോൾ 2000-ൻ്റെ താഴെയാണ് നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു റൈഡിങ് ക്വാളിറ്റി ഒരു വെഹിക്കിൾ നമുക്ക് നൽകുന്നുണ്ട്. അത് മാത്രമല്ല ജസ്റ്റ് ഒന്ന് ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീറ്റിൻ്റെ കംഫർട്ടാണ്. നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ സൈഡിലെല്ലാം നമ്മളെ ശരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സീറ്റ്. അത് കാരണമുള്ളൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കർവ്സൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ശരിക്കും ഒരു സീറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ സമ്മതിക്കാണ്ട് ഈ സീറ്റ് നമ്മളെ റെഡിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത്. ഈ ഭാഗത്തെല്ലാം ചെറിയ കട്ടെല്ലാം വരുന്നുണ്ട്. ശരിക്കും വലിയൊരു എഫക്റ്റ് ഒന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല NVH ലെവലെല്ലാം വളരെ മിനിമലാണ്. എൻജിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു അഗ്രസീവ്നെസ് ആണ് ശരിക്കും എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 80 km/h നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് വാർണിംഗ് വരും. അതും ശരിക്കും ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. ഫ്രണ്ട് ഡ്രൈവറിനും അതുപോലെ തന്നെ ഡ്രൈവറിനും നമുക്ക് സീറ്റ് ബെൽറ്റ് വാർണിംഗ് വരുന്നുണ്ട്. അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. ശരിക്കും സ്പീഡൊക്കെ കയറി പോകുന്ന അറിയുന്ന തന്നെ ഇല്ല കേട്ടോ. ശരിക്കും ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടല്ലോ CVTയുടെ, അതൊരു വെഹിക്കിളിൽ വരുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എൻജിനുമാണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സുമാണ് കേട്ടോ. തീരെ ലാഗ് വരുന്നില്ല. അത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേറൊരു സെക്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു വെഹിക്കിളിൽ വരുന്ന വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 year അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് വാറണ്ടി വരുന്നത്. ശരിക്കും അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു വെഹിക്കിളിനും കൊടുക്കുന്നില്ല. അതും എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കിനി അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 year അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഒരു വെഹിക്കിളിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ വരുന്നത് വളരെ ചെറിയൊരു സർവീസ് കോസ്റ്റാണ് നമുക്ക് വരുന്നുള്ളൂ. ഒരു 4000 റേഞ്ചിലൊക്കെയാണ്, 4500 4000 റേഞ്ചിലൊക്കെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ സർവീസ് കോസ്റ്റ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു ഹോണ്ട അമേസിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫൺ ടു ഡ്രൈവ് കാറാണ്. പ്രത്യേകിച്ച് ഇത് ഈ ഒരു വെഹിക്കിളിൻ്റെ CVT. അത് മാത്രമല്ല നമുക്ക് ഡീസലിലും പെട്രോളിലും CVT വരുന്നുണ്ട്. അതും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. നല്ല റൈഡിങ്ങും നല്ല ഹാൻഡിങ്ങും നല്ലൊരു ബ്രേക്കിങ്ങും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മോഡേൺ ലുക്കിംഗ് സെഡാനാണ് ഈ ഒരു വെഹിക്കിൾ. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ് ഹോണ്ടയുടെ അമേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു വെഹിക്കിളിൻ്റെ പെട്രോളിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് വന്നിട്ട് 7.4 മുതൽ 10.4 lakhs വരെയാണ്. ഓൺ ദ റോഡ് പ്രൈസാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീസൽ നമുക്ക് വരുന്നത് വന്നിട്ട് 9.1 മുതൽ 11.7 lakh വരെയാണ്. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് വിഷൻ ഹോണ്ട തൃശ്ശൂരാണ്. തൃശ്ശൂർ മണ്ണുത്തി ബ്രാഞ്ചാണ് നമുക്ക് ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തത്. ഈ ഒരു ഷോറൂമിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.
ഏതൊരു ഹോണ്ട കാർസിൻ്റെ ഡീൽസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുട്ടിലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഹോണ്ടയുടെ അമേസിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, ബുക്ക് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്, എടുക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.